1972 പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് ആരോമലുണ്ണി. അതിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി രവീന്ദ്രൻ ആലപിച്ച ഒരു ഗാനമുണ്ട്. ആടിക്കളിക്കട കൊച്ചുരാമ ചാടിക്കളിക്കട കൊച്ചുരാമ. അതിൽ ആ കുരങ്ങനെ കളിപ്പിക്കുന്ന രണ്ടുപേരെയും അവരുടെ പ്രവൃത്തിയും കാണുമ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നരേന്ദ്രമോദിയും അമിത്ഷായും ആടാനും ചാടാനും പാടാനും പറയുമ്പോൾ വാലാട്ടിക്കൊണ്ട് ആടുകയും ചാടുകയും ചെയ്യുന്ന വാലുള്ള നാൽക്കാലി മൃഗത്തെ പോലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ പൂർവികർക്ക് നാണക്കേടാണ്. അത്രമാത്രം നാണം കെട്ട യജമാന സേവ നടത്തുന്ന ഒരു കൂട്ടമായിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നതിന്റെ ഒടുവിലത്തെ സാക്ഷ്യപത്രമാണ് കൊടകര കുഴൽപ്പണ കേസ്. സാക്ഷിമൊഴികളുണ്ട്, തൊണ്ടി മുതലുണ്ട്, സാഹചര്യ തെളിവുണ്ട്. കുഴൽപ്പണം ആരാണ് കൊടുത്തയച്ചത്, ആരാണ് വാഹകരായത്, ആർക്കു വേണ്ടിയാണ്, ആരാണ് തട്ടിപ്പറിച്ചത്? കേരള പോലീസിന്റെ അന്വേഷണത്തിൽ എല്ലാം സ്പഷ്ടവും വ്യക്തവുമാണ്. എന്താണ് കൊടകര കുഴൽപ്പണ കേസ്? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുൻപ് ഏപ്രിൽ 3 പുലർച്ചെ ദേശീയപാതയിലൂടെ പോയ കാർ ആക്രമിച്ച് ക്രിമിനൽ സംഘം 3.5 കോടി രൂപ കവർന്നു. പോലീസിന് പരാതി ലഭിക്കുന്നത് ഏപ്രിൽ 7-ന്. 25 ലക്ഷം രൂപ നഷ്ടമായെന്നായിരുന്നു ഡ്രൈവർ ഷംജീറിന്റെ പരാതി. എന്നാൽ കാറിൽ 3.5 കോടി രൂപ ഉണ്ടായിരുന്നുവെന്നും BJP സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനു വേണ്ടി എത്തിച്ചതാണിതെന്നും കേരള പോലീസ് കണ്ടെത്തി. 22 പേരെ പ്രതി ചേർത്ത് 2021 ജൂലൈ 23-ന് കുറ്റപത്രം സമർപ്പിച്ചു. ഒരാൾ കൂടി അറസ്റ്റിലായതിനു പിന്നാലെ 2022 നവംബർ 15-ന് അധികമായി ഒരു കുറ്റപത്രം കൂടി സമർപ്പിച്ചു. ഇതൊന്നും ഇഡിയും മറ്റു കേന്ദ്ര ചട്ടുകങ്ങളും ചെയ്യുന്ന പോലെ രാഷ്ട്രീയ വിരോധം വെച്ച് വെറുതെ അങ്ങ് തട്ടിക്കൂട്ടിയതല്ല. വ്യക്തമായ സാക്ഷിമൊഴികൾ, തെളിവുകൾ, ശാസ്ത്രീയ അന്വേഷണം. കവർച്ച ചെയ്യപ്പെട്ട 3.5 കോടി രൂപ എത്തിച്ചത് കോഴിക്കോട് സ്വദേശി ധർമ്മരാജനാണ്. പണം കവർച്ച ചെയ്യപ്പെട്ട സംഭവം മാത്രമാണ് അന്വേഷിച്ചത് എന്നതിനാൽ പോലീസ് ധർമ്മരാജനെ പ്രതിയാക്കിയില്ല. ഹവാല പണം എന്ന നിലയിൽ അന്വേഷണം ഇഡി ഏറ്റെടുത്തതോടെ ഇക്കാര്യത്തിൽ കേരള പോലീസിന് റോളുമില്ലാതായി. ഹവാല പണം ആയതിനാൽ ഇത് സംബന്ധിച്ച ഇഡി അന്വേഷണത്തിൽ ധർമ്മരാജനും മറ്റുള്ളവരും പ്രതിയാകുമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടലും. നിഷ്പക്ഷ അന്വേഷണമായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുകയുമുള്ളൂ. പരാതിക്കാരനായ ധർമ്മരാജൻ പോലീസിന് നൽകിയ മൊഴി കേൾക്കൂ. വാജ്പേയി സർക്കാരിന്റെ കാലം മുതൽ കെ സുരേന്ദ്രനുമായി നല്ല ബന്ധമാണുള്ളത്. അമിത്ഷാ തിരുവനന്തപുരത്ത് പ്രചാരണത്തിന് വന്നപ്പോൾ പോയിരുന്നു. സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ട 3 തവണ കോന്നിയിലും പോയി. 3 തവണയായി 12 കോടി രൂപ കൊണ്ടുവന്നു. കൊടകരയിൽ പണം നഷ്ടപ്പെട്ടതിനു പിന്നാലെ സുരേന്ദ്രൻ ഫോണിൽ വിളിച്ചു. പണം നഷ്ടമായ വിവരം അറിയിക്കാൻ വിളിച്ചപ്പോൾ ആദ്യം ഫോൺ എടുത്തില്ല, പിന്നീട് തിരിച്ചു വിളിച്ചു. തൃശൂരിലെ BJP ഓഫീസിലേക്ക് 6.5 കോടി രൂപ കൊണ്ടുവന്നു. BJP സംസ്ഥാന സെക്രട്ടറി ഗിരീഷാണ് ബംഗളൂരുവിൽ കാണേണ്ടയാളുടെ വിവരങ്ങൾ തന്നത്. ശ്രീനിവാസൻ എന്ന ആളിൽ നിന്നാണ് പണം സ്വീകരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും ബംഗളൂരുവിൽ നിന്ന് 3 തവണയായി 12 കോടി രൂപ എത്തിച്ചു. പാഴ്സൽ വാഹനത്തിലാണ് തൃശൂരിലെ ഓഫീസിലേക്ക് പണം കൊണ്ടുവന്നത്. ആ സമയത്ത് ഓഫീസിൽ അന്നത്തെ ജില്ലാ ട്രഷറർ സുജയ് സേനനും പ്രശാന്തും ഉണ്ടായിരുന്നു. സുജയ് സേനൻ പറഞ്ഞതു പ്രകാരം ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് തൃശൂരിലെ ലോഡ്ജിൽ മുറി ബുക്ക് ചെയ്തു. തുടർന്ന് 3 ചാക്കുകളിൽ പണം BJP ഓഫീസിലേക്ക് എത്തിച്ചു. ധർമ്മരാജന്റെ ഈ മൊഴി പൂർണ്ണമായും സാധൂകരിച്ചുകൊണ്ടാണ് തിരൂർ സതീഷ് പിന്നീട് വെളിപ്പെടുത്തിയത്. എന്നാൽ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്താൻ ഇഡി തയ്യാറായില്ല. താൻ നൽകിയ മൊഴികൾ വസ്തുതാ വിരുദ്ധമാണെന്നും പോലീസ് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്നും ധർമ്മരാജൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞുവെന്നാണ് ഇഡി ഭാഷ്യം. പക്ഷേ അത് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അങ്ങനെ വന്നാൽ കോടതി ഈ വിഷയം എടുത്തിട്ടാൽ ധർമ്മരാജന് മാത്രമല്ല സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കും ശരിക്കുമുള്ള കുരുക്കാകും. അല്ലാതെ കുരുക്കു മുറുകി മുറുകും എന്നിങ്ങനെയുള്ള മാധ്യമ ഭാഷയല്ല, അത് യഥാർത്ഥ കുരുക്കാകും. അങ്ങനെയുള്ള കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടും കള്ളപ്പണവുമാണ് കൊച്ചുരാമന്മാർ വെളുപ്പിച്ച് നൽകിയിരിക്കുന്നത്. ട്രാവൻകൂർ പാലസ് ഹോട്ടലിന്റെ ആലപ്പുഴയിലുള്ള സ്ഥലം വാങ്ങാൻ കൊണ്ടുവന്ന നല്ല വെള്ളപ്പണമാണെന്നും കുട്ടിരാമന്മാർ. കേസെടുത്ത് 4 വർഷമാകാറായിട്ടും കുറ്റപത്രം നൽകാത്തതിനെ തുടർന്ന് ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞപ്പോഴാണ് ഈ വിചിത്ര സാധനം തട്ടിക്കൂട്ടിയത്. പൊതുസമൂഹത്തിന്റെ സാമാന്യ ബോധത്തെ പോലും പരിഹസിക്കുന്ന തരം താണ ഏർപ്പാട്. രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ എത്ര കള്ളക്കേസ് സൃഷ്ടിക്കാനും ഒരു സങ്കോചവുമില്ലാത്ത ഈ കൂട്ടർക്ക് യജമാനന്മാരുടെ നെറുകേടുകളെ വെളുപ്പിക്കാനും അസാമാന്യമായ തൊലിക്കട്ടിയാണ്. ഈ കുട്ടിരാമന്മാരും കൊള്ളക്കാരായ യജമാനന്മാരും രാജ്യത്തെ ഏത് ഇരുണ്ട നാളുകളിലേക്കാണ് നയിക്കുന്നത്?